എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ടാൻസറോ അവനങ്ങനെ ചാടി വന്ന് ആ പന്നിത്തലേന്റെ നെഞ്ചില് ആഞ്ഞൊരിട്ടി. ആ ഒരു ഇടിയിൽ അവന്റെ എല്ലുകൾ നുറുങ്ങി പോവാണ്. ചെമ്മമുടിയനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. ആവു, അവന്റെ എല്ലുകൾ പൊടിഞ്ഞു പോയെന്ന് പറഞ്ഞ് അവൻ ആ ബോക്സുമായിട്ട് ദൂരേക്ക് മാറി നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോ അവൻ വമ്പൻ കലിപ്പില് പല്ല് കടിച്ച് കൈ ചുരുട്ടി ആ പന്നിത്തലേന്റെ അടുത്തേക്ക് വരും. നിനക്കൊരു കാര്യം അറിയോ? ഡീമൺ സ്ലെയർ കോർപ്പറേഷനിലെ ഒന്നാമത്തെ നിയമം അത് ഒരു ഡീമൺ സ്ലെയർ മറ്റൊരു ഡീമൺ സ്ലെയറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് ആ ചെമ്പമുടിയൻ നീ അവനെ അത്ര അറ്റാക്ക് ചെയ്തിട്ടും തിരികെ നിന്നെ അറ്റാക്ക് ചെയ്യാതിരുന്നത്. അല്ലാതെ അവൻ പേടിച്ചിട്ടോ അവന് പവർ ഇല്ലാഞ്ഞിട്ടോ അല്ല. അത് കേട്ട് പന്നിത്തലേനാണെങ്കിൽ ഇപ്പൊ ചിരിക്കാനായിട്ട് തുടങ്ങും. അവന്റെ എല്ല് പൊട്ടിയത് പോലും അവൻ കണക്കാക്കാതെ ചാടി എഴുന്നേക്കാണ്. ഡീമൺ സ്ലെയേഴ്സ് പരസ്പരം അവരുടെ സ്ക്വാഡ് എടുത്ത് ഫൈറ്റ് ചെയ്താലുള്ള കുഴപ്പമുള്ളൂ. നീ സ്ക്വാഡ് എടുത്ത് എന്നോട് ഫൈറ്റ് ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് എന്നോട് ഫൈറ്റ് ചെയ്താൽ മതി, ഫ്രീ ആയിട്ട് എന്നോട് ഫൈറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവനിപ്പോ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഹീറോയ്ക്ക് നേരെ ചാടി വരും. ഹീറോ ആണെങ്കിൽ വണ്ടർ അടിക്കും. നീ എന്താണ് ഈ പറയണേ? നിന്നെ ഞാൻ ഒരു വിധത്തില് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോ നീ അതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരികയാണോ? അതിനാ പന്നിത്തലേനാണെങ്കിൽ ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ ഹീറോയെ പിടിച്ചു വലിച്ച് അറഞ്ചും പുറഞ്ച് ഇട്ടിക്കുകയാണ്. ഹീറോ അവന്റെ ഓരോ പഞ്ചിൽ നിന്നും മാറിയും ഓടി മാറിയും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ആ പന്നിത്തലേന് ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയും നല്ല സ്പീഡുമാണ്. ഒരു പരിധിയിൽ കൂടുതൽ ഹീറോയ്ക്ക് അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. ഇവിടെ ചെമ്പമുടിയനും നടക്കുന്ന എന്താന്ന് മനസ്സിലാവില്ല. ഹീറോ ആണെങ്കിൽ അവനെ കറക്റ്റ് ആയിട്ടൊന്ന് ശ്രദ്ധിക്കും. അവനിപ്പോ ശരിക്കും പന്നികൾ എങ്ങനെ ഫൈറ്റ് ചെയ്യും അതുപോലെയാണ് ഹീറോയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അവന്റെ പന്നിത്തല അത് താഴ്ത്തി ഒരുപാട് ആക്ഷനും ടെക്നിക്കും ഒക്കെ ഉപയോഗിച്ച് ഹീറോയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അവൻ ഹീറോയെ തല്ലി തല്ലി കൊല്ലുകയാണ്. ഹീറോ ആണെങ്കിൽ ചോര ഛർദ്ദിച്ച് അങ്ങനെ ഒരു ഭാഗത്തേക്ക് വീഴും. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ ആകാര വടിവും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു വിയേർഡ് ലുക്കിലൊക്കെ നിന്ന് അവൻ ഹീറോയെ നോക്കി സ്റ്റെയർ ചെയ്യും. ഹീറോ ആണെങ്കിൽ വീണ്ടും അവനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, നമ്മളെല്ലാവരും ഡീമൺ സ്ലെയേഴ്സ് ആണ്. ശത്രുക്കളെ പോലെ നമ്മൾ ഒരിക്കലും ഫൈറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് ഒരുപാട് ജോലികൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ടെന്ന് പറയും. പക്ഷേ ആ പന്നിത്തലേൻ അതൊന്നും കേൾക്കാതെ ചാടി വന്ന് ഇപ്പൊ ഹീറോയെ അറഞ്ച പൊറഞ്ച അടിക്കും. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ കൺട്രോൾ പോയി ഫുൾ കലിപ്പില് അവന്റെ തല വെച്ച് ആ പന്നിത്തലേന്റെ തലയ്ക്ക് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് പന്നിത്തലേൻ 2 സ്റ്റെപ്പ് പുറകിലേക്ക് പോവും. അവന്റെ തലയിലുണ്ടായിരുന്ന പന്നിയുടെ മാസ്ക് അത് താഴേക്ക് വീഴുകയാണ്. അവന്റെ റിയൽ ഫേസ് കണ്ട് ചെമ്പമുടിയനും ഹീറോയും അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് ഷോക്കാവും. കാരണം അവനെ കാണാൻ അത്രയ്ക്ക് ക്യൂട്ടാണ്. ഹീറോ ആണെങ്കിൽ അവനെ അടിമുടി ഒന്ന് നോക്കും. ഓ, നീ ഇത്രയും ക്യൂട്ടായിരുന്നോ? നിന്നെ കാണാനൊക്കെ അടിപൊളിയാണ്, പക്ഷെ നിന്റെ കയ്യിലിരിപ്പാണ് ഒട്ടും കൊള്ളില്ലാത്തത്. എന്തായാലും നമ്മുടെ ഈ ഫൈറ്റ് അത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഫൈറ്റില് ഇപ്പൊ ഞാനാണ് ജയിച്ചത്. അതിനവൻ പറയും, അയ്യോ അല്ല അല്ല, ഞാനാണ് ജയിച്ചതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും 150 പറഞ്ഞ് തർക്കിക്കുകയാണ്. തർക്കത്തിനൊടുവില് അവരിപ്പോ ക്യാഷ്വലായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ചുന്ദരം പയ്യനാണെങ്കിൽ ഹീറോയുടെ പേര് ചോദിക്കും. അതിനുശേഷം അവന്റെ പേര് പറഞ്ഞ് ഒരു കല്ല് പോലായി മാറി ബോധം കെട്ട് താഴെ വീഴാണ്. അവന്റെ വായിലൂടെ നൊരയും പതയൊക്കെ വരുന്നത് കണ്ട് ഹീറോയ്ക്കും ചുറ്റുമുള്ള ആളുകൾക്ക് എല്ലാവർക്കും പേടിയാവും. ചെമ്പമുടിയനാണെങ്കിൽ അത് കണ്ട് പേടിക്കും. അയ്യോ, അവന്റെ കാറ്റ് പോയോ? അതിന് ഹീറോ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവന്റെ ബോധം പോവാൻ ഞാൻ ചെറുതായിട്ട് നേരത്തെ അവന്റെ തലയിലൊന്ന് മുട്ടിയില്ലേ, അതിന്റെ റിയാക്ഷൻ സംഭവിച്ചത് ഇപ്പോഴാണ്. പക്ഷെ ഇങ്ങനെയായി തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ഹീറോ അവനെ നോക്കും. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഓടി വന്ന് നമ്മുടെ ഹീറോയുടെ തലയൊക്കെ തൊട്ട് നോക്കും. അതിനുശേഷം ടാൻജറോയും ചെമ്പമുടിയനും അവർ രണ്ടുപേരും അവരുടെ ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് അവനെ കവർ ചെയ്ത് കിടത്തിയിരിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ചുന്ദരക്കുട്ടപ്പൻ ഡീമൺ സ്ലെയർ അവൻ ചാടി എഴുന്നേക്കും. കമോൺ കമോൺ, എന്നോട് ഫൈറ്റിന് വാന്നൊക്കെ പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. അപ്പൊ ഹീറോയും ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് ആ മരിച്ച ആൾക്കാരുടെ ബോഡി സംസ്കരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവനെ സഹായത്തിന് വിളിക്കും. അതിനവൻ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ആ ചെമ്പമുടിയൻ ഡീമൺ സ്ലെയറുമായിട്ട് ഫൈറ്റ് ചെയ്താൽ മതി. ടാൻജറോയ്ക്ക് കാര്യം മനസ്സിലാവും. അവൻ എല്ലാവരും കഴിഞ്ഞും പവർഫുൾ ആണെന്ന് അവന് തെളിയിക്കണം. അതിനുവേണ്ടിയാണ് അവൻ ഈ കഷ്ടപ്പെടുന്നത്. ടാൻജറോ അവനോട് കുറെ കൂടെ നന്നായിട്ട് ട്രെയിനിങ് എടുത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് പറയും. അത് കേട്ട് അവൻ ഇപ്പൊ മരത്തിലൊക്കെ പോയി തലയൊക്കെ ഇട്ടിപ്പിച്ച് ട്രെയിൻ ചെയ്യാണ്. അതേസമയം നമ്മുടെ ആൾക്കാർ മരിച്ചുപോയവരുടെ എല്ലാവരുടെയും ബോഡി സംസ്കരിച്ച് ഇപ്പോ അതിനു മുൻപിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ കറക്റ്റ് സമയത്ത് ഹീറോയുടെ കാക്ക അത് അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, നിങ്ങൾ എല്ലാവരും എത്രയും വേഗം ഈ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം. ഇനി നിങ്ങൾ ആരും ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല. അത് കേട്ട് ഹീറോ ആണെങ്കിൽ അവരെ എല്ലാവരെയും വിളിച്ച് താഴേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഉടനെ
ആ പന്നിത്തലയനാണെങ്കിൽ ടെൻഷനാവും. നിങ്ങൾ എവിടേക്കാ ഇത്ര വേഗം പോണേ? അതിന് ഹീറോ പറയും, നമ്മൾ എത്രയും വേഗം താഴേക്ക് പോകണം. പന്നിത്തലയനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ പോവാതെ പിടിച്ചു വെക്കാണ്. അയ്യോ ഇല്ല ഇല്ല, ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇവിടുന്ന് പോവാൻ സമ്മതിക്കില്ല. ടാഞ്ചറോ, ആദ്യം നീ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് എന്നെ തോൽപ്പിക്കുക, അതിനുശേഷം എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാം, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഹീറോ ആണെങ്കിൽ ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിപ്പോ ഇവരുമായിട്ട് സേഫായി താഴേക്ക് പോകണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ താഴേക്ക് നടന്നു പോകും. ആ മലയുടെ ചരിവിലെത്തുമ്പോൾ അവർക്ക് രണ്ട് ടീമിനും രണ്ട് ഭാഗത്തേക്ക് പിരിയേണ്ടതായിട്ട് വരും. ആ കുട്ടികൾക്കിപ്പോ വേറെ വഴിയിലൂടെ പോകണം. പക്ഷേ ചെമ്പൻമുടിയന് അവരെ വിട്ടുപിരിയാൻ മനസ്സ് വരാതെ അവൻ കിടന്ന് പൊട്ടിക്കരയാണ്. അത് കണ്ട നമ്മുടെ ഹീറോ അവൻ കൈ മടക്കി ചെമ്പൻമുടിയന്റെ കഴുത്തിൽ ഒറ്റ അടി കൊടുക്കും. ആ ഒരു അടിയിൽ ചെമ്പൻമുടിയൻ ഫ്ലാറ്റ്. ആ കാക്കയാണെങ്കിൽ ഇവിടെ ആ പയ്യന്റെ കയ്യിലേക്ക് എന്തോ ഒന്ന് തുപ്പി കൊടുക്കുകയാണ്. കാക്ക പറയും, ഇത് മിസ്റ്റീരിയാണ്, നിനക്ക് മെറൈച്ചി ബ്ലഡ് അല്ലേ, സോ തീർച്ചയായിട്ടും നിനക്കത് ആവശ്യം വരും. ഉടനെ ഹീറോ അതെന്താണെന്ന് അവന് പറഞ്ഞു കൊടുക്കും. ഈ വിസ്റ്റീരിയ നിങ്ങളുടെ കയ്യിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഡീമൺസ് അടുക്കില്ല, നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും സേഫായിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കും. അതിനുശേഷം ഹീറോ ആണെങ്കിൽ അസുഖമുള്ള ആ പെട്ടിയും നമ്മുടെ ചെമ്പൻമുടിയനെയും തൂക്കിയെടുത്ത് നടക്കുകയാണ്. ആ പന്നിപ്പയ്യനാണെങ്കിൽ അപ്പോഴും ഹീറോയെ വിടാതെ ഹീറോയെ വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യും, എന്റെ യഥാർത്ഥ സ്ട്രെങ്ത് അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതിന് ഹീറോയ്ക്കും നല്ല രീതിയിൽ ദേഷ്യം വരും. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇവരുടെ രണ്ടുപേരുടെയും തർക്കം കേട്ട് ഇപ്പം നമ്മുടെ ചെമ്പൻമുടിയന്റെ ബോധം തിരികെ വരും. അവരാണെങ്കിൽ നടന്ന് നടന്ന് വിസ്റ്റീരിയസിന്റെ വലിയൊരു വീട്ടിലേക്ക് വരികയാണ്. കാക്ക പറയും, നിങ്ങൾക്ക് 3 പേർക്കും ഇന്ന് ഇവിടെ വിശ്രമിക്കാം. പിന്നെ ഡോർ തുറന്ന് ഒരു വയസ്സായ അമ്മൂമ്മ പുറത്തേക്ക് വരും. പന്നിത്തലേനാണെങ്കിൽ അമ്മൂമ്മയുടെ മുടിയിലൊക്കെ തൊട്ട് കളിച്ച് ഈ ഭാഗത്തേക്ക് കയറി വരികയാണ്. അമ്മൂമ്മയാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ 3 പേരെ നോക്കി, നിങ്ങൾ 3 പേരും ഡീമൺ സ്ലേയേഴ്സ് അല്ലേ? അതിന് അവർ പറയും, അതെ. ചെമ്പൻമുടിയനാണെങ്കിൽ ആ അമ്മച്ചിയെ കാണുമ്പോൾ എന്തൊക്കെയോ സംശയം തോന്നും. എനിക്കിവരെ കാണുമ്പോൾ ഡീമനായിട്ടാണ് തോന്നുന്നത്. സോ നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് തിരികെ പോയാലോ? അതിന് ഹീറോ ആണെങ്കിൽ അവനോട് മിണ്ടാതിരിക്കാൻ പറയും. ഗ്രാൻഡ്മ നമ്മുടെ ആൾക്കാർക്ക് ആദ്യം നല്ല ഡ്രസ്സ് കൊടുക്കും, അതിനുശേഷം മിനിറ്റുകൾ വെച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ചെമ്പൻമുടിയനാണെങ്കിൽ ഇതൊക്കെ കണ്ട് അവന്റെ ഫ്യൂസ് പോവും. എനിക്ക് ഉറപ്പാണ് ഈ അമ്മൂമ്മ ഒരു ഡീമൻ തന്നെയാണ്. അതിന് ഹീറോ അവന്റെ തലയ്ക്ക് വീണ്ടും ഒരു അടി വെച്ച് കൊടുത്ത് അവര് 3 പേരും സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങും. പന്നിപ്പയ്യനാണെങ്കിൽ ഒരുപാട് ദിവസമായി ഫുഡ് കഴിച്ചിട്ട്, സോ ഫുഡ് കാണേണ്ട താമസം അവൻ 2 കൈകൊണ്ടും ആർത്തിയോടെ വാരി വാരി തിന്നും. ആഞ്ചറോയ്ക്കാണെങ്കിൽ അവന് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. സോ അതുകൊണ്ട് തന്നെ അവന്റെ കുറച്ച് ഫുഡ് ടാഞ്ചറോ എടുത്ത് പന്നിത്തലേന് കൊടുക്കും. അതിനുശേഷം ആ ഗ്രാൻഡ്മയാണെങ്കിൽ അവർക്ക് 3 പേർക്കും സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് ബെഡും ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കും. ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് പന്നിത്തലയൻ അവൻ ചാടി വന്ന് ഒരു ബെഡിൽ കിടക്കും. അതിനുശേഷം ഗ്രാൻഡ്മയാണെങ്കിൽ ഒരു ഡോക്ടറിനെ അവിടേക്ക് കൊണ്ടുവരും. ഡോക്ടർ അവരെ 3 പേരെയും ചെക്ക് ചെയ്ത് അവരോട് പറയും, നിങ്ങളുടെ റിബ് പൊട്ടിയിട്ടുണ്ട്, സോ നിങ്ങൾക്കിപ്പോൾ ആവശ്യം നല്ല റെസ്റ്റാണ്. അങ്ങനെ അവർ 3 പേരും ഇപ്പോൾ പുതച്ചു മൂടി കിടക്കും. ഹീറോ ആണെങ്കിൽ ആ വീടിനെ കുറിച്ചുള്ള കാര്യം അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ വീട്ടിലുള്ള എല്ലാവരെയും ഡീമൺസ് അറ്റാക്ക് ചെയ്തതാണ്. ഡീമൺ സ്ലേയേഴ്സ് ആണ് അവരെ എല്ലാവരെയും രക്ഷിച്ച് ഇവിടെ സേഫ് ആക്കിയത്. ടാഞ്ചറോ ആണെങ്കിൽ ആ പന്നിത്തലേനോട് ചോദിക്കും, നീ സത്യത്തിൽ എങ്ങനെയാ ഒരു ഡീമൺ സ്ലെയർ ആയ? അതിനവൻ സിമ്പിളായിട്ട് പറയും, ഞാൻ കുറേ നാളുകൾക്ക് മുൻപ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡീമൺ സ്ലെയറിനെ കണ്ടുമുട്ടി. അവന്റെ സ്ക്വാഡുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സോ ഞാൻ അവനെ സിമ്പിളായിട്ട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് ആ ഫൈനൽ ടെസ്റ്റിൽ വന്ന് ഒരു ഡീമൺ സ്ലെയറായി മാറി. അതാണ് എന്റെ സ്റ്റോറി എന്ന് പറഞ്ഞ് അവൻ വീണ്ടും പന്നിയുടെ ആ മാസ്ക് ഇട്ട് കിടന്നുറങ്ങുകയാണ്. ഉടനെ ചെമ്പൻമുടിയൻ ഇപ്പൊ ഹീറോയോട് ചോദിക്കും, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നീ എന്തിനാ ഒരു ഡീമനെ ആ പെട്ടിയിലാക്കി നിന്റെ കൂടെ കൊണ്ടു നടക്കുന്നത്? അവന്റെ ആ ചോദ്യം കേട്ട് ഹീറോ ഒരു സെക്കൻഡ് ചിരിക്കും. ഓ, നിനക്കപ്പോ അതില് ഒരു ഡീമൺ ഉണ്ടെന്ന് മനസ്സിലായല്ലേ? ഹീറോ അത് പറയുമ്പോഴേക്കും അവളാണെങ്കിൽ ആ പെട്ടി തുറന്ന് പുറത്തേക്ക് വരികയാണ്. അവളെ കണ്ട് നമ്മുടെ ചെമ്പൻമുടിയൻ അവൻ വണ്ടറടിക്കും. വാവ്, ഇത്രയും നല്ലൊരു ചുന്ദരിയാണോ നീ ഡീമനാണെന്ന് പറഞ്ഞ് ആ പെട്ടിയിൽ അടച്ചു വെച്ചേ. ശരിക്കും ഇവളൊരു ചുന്ദരി തന്നെയാണ്. ഇങ്ങനെയൊരു ചുന്ദരി കുട്ടിയെ ബോക്സിൽ ഇത്രയും ടൈം അടച്ചു വെച്ചതിന് നിനക്കൊരു ശിക്ഷ ഞാൻ തരാൻ പോവാണെന്ന് പറഞ്ഞ് ചെമ്പൻമുടിയൻ അവന്റെ സ്ക്വാഡ് വലിച്ചൂരി ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.